ഇപ്പോൾ സിനിമയിൽ ഒരുപാട് താരങ്ങൾ ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാലും ഒരു ക്യാമറാമാന് ചിലപ്പോൾ ചില ആംഗിളുകളിൽ ചില നടന്മാർ, നടിമാർ ഇവരെയൊക്കെ വളരെ സുന്ദരന്മാരും സുന്ദരികളുമാണെന്ന് തോന്നുന്നു. മലയാള സിനിമയിൽ ഏറ്റവും നല്ല ക്യാമറ ഫേസ് ഉള്ള നടൻ ആരായിരിക്കും? അങ്ങനെ പറയാൻ പറ്റത്തില്ല. മമ്മൂട്ടിക്ക് മമ്മൂട്ടിയുടേതായ ഫേസ്, മോഹൻലാലുടേതായിട്ട് ഫേസ്, എല്ലാവരും ആംഗിൾ കണ്ടുപിടിക്കുന്നത് നമ്മുടെ പോയിൻ്റ്. ഇങ്ങനെ എടുത്താൽ നന്നാകും എന്നുള്ളത് അത് നമ്മുടെ വ്യൂ പോയിൻ്റ് കൊടുക്കുന്നു. ഇവർ സമാചാരം നമുക്കൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഈ ലക്ഷ്മി ഗോപാലസ്വാമി എപ്പോഴും പറയും, മോഹൻ ചേട്ടൻ ഫോട്ടോ കൊടുത്താൽ എൻ്റെ ആംഗിൾ കറക്റ്റായിരിക്കും. അത് നമ്മൾ ഒരാളിനെ കാണുമ്പോൾ നമ്മൾ ഒരു മനസ്സിലൊരു ഇതുണ്ട്, എങ്ങനെ എടുക്കണം, മോഹൻലാലിൻ്റെ എങ്ങനെ എടുക്കണം, അത് നമ്മൾ തീരുമാനിക്കുന്ന. അല്ലാതെ ഏറ്റവും നല്ല ഫേസ് ഉണ്ടെന്ന് അതൊന്നും പറയാൻ ഒക്കത്തില്ല. മോഹൻലാലിൻ്റെ ഫേസാണ് മമ്മൂട്ടിയുടെ വേറെ ഫേസ്. സിനിമയിൽ വിൻസെന്റ് മാഷ് പറഞ്ഞിട്ടുണ്ട്, മൂവി ക്യാമറ എങ്ങനെ വെച്ച് കഴിഞ്ഞാലും. രാമേന്ദ്രബാബു പറഞ്ഞിട്ടുണ്ട്, പ്രേംനസീറിന്റെ ഏത് ആംഗിളും ഭയങ്കര സൗന്ദര്യമുള്ള ആംഗിളാണ്. അത് അങ്ങനത്തെ സൗന്ദര്യം, ഇത് ഇവിടെ കുഴപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമുള്ള സൗന്ദര്യം. ഈ സൗന്ദര്യം അത് പ്രേംനസീറിന് സൗന്ദര്യം. അങ്ങേര് കൃഷ്ണനായിട്ട് വന്നാലും, പിന്നെ ഇങ്ങനത്തെ പുരാണ കഥയുള്ള ആളുകൾ വന്നാലും, അല്ലാതെ വന്നാലും ഏത് വേഷം, അത് വേഷപ്പകർച്ചയാണെന്നാണ് പറയുന്നത്. ഏത് ആംഗിൾ ക്യാമറ വെച്ചാലും സൗന്ദര്യമുള്ള നടനാണ്. മറ്റുള്ളൊരു നടനും അങ്ങനെ ഒരു ക്യാമറയിൽ അങ്ങനെ ഒരു സൗന്ദര്യമില്ല. മേക്കപ്പോടെ ജനിച്ച നടനാണെന്ന് പ്രേംനസീർ പറഞ്ഞു. അത് പിന്നെ അദ്ദേഹം പക്ഷേ ഒരു പൗരുഷം കുറവാണെന്നും പറഞ്ഞിട്ടുണ്ട്, തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ചാക്കോച്ചൻ വന്നപ്പോൾ എന്തോ പറഞ്ഞു, ചോക്ലേറ്റ് ബോയ് വന്നിരിക്കുന്നു പറഞ്ഞു. ആ ചാക്കോച്ചൻ മാറിയില്ലേ, അതൊക്കെ മാറിയില്ലേ. അയാളെ ഫാസിലിൻ്റെ മോൻ അങ്ങനെ ആയിരുന്നു ആദ്യം, ഫഹദ് അങ്ങനെ ആയിരുന്നു ആദ്യത്തെ സിനിമയിൽ, കയ്യെത്തും ദൂരത്ത്. അതിലഭിനയിച്ചപ്പോൾ ഇതുപോലെ ചോക്ലേറ്റ് ബോയ് ആയിരുന്നു. പിന്നെ കുഞ്ചാക്കോ ബോബൻ വന്നപ്പോൾ എങ്ങനെ പറഞ്ഞു. അവസാനം ഇപ്പോൾ എന്തെല്ലാം ആക്ഷനിലാണ് നിൽക്കുന്നത്. അതായത് ഗംഭീരമായത് തമാശയായിട്ടും ഒക്കെ നിൽക്കുന്നില്ലേ. അതൊക്കെ ആദ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. പിന്നെ ക്യാമറാമാൻ പറഞ്ഞ വിൻസെന്റ് മാസ്റ്റർ പറഞ്ഞത് പിന്നെ നമുക്ക് യോജിക്കാതിരിക്കാൻ ഒരു തരത്തിലും പറ്റത്തില്ല. പഴയകാല ചലച്ചിത്ര നടികൾ ശാരദ, ജയഭാരതി, അങ്ങനെ ഒരുപാട് താരങ്ങളുണ്ടായിരുന്നു പഴയ. അങ്ങനെയുള്ള അവരുമായിട്ടുള്ളൊരു സൗഹൃദം എങ്ങനെയായിരുന്നു? എല്ലാവരും നല്ല അടുപ്പമായിരുന്നു. നല്ല ഇതിലെല്ലാം പത്രക്കാരത്ത് വളരെ ഡീസൻ്റായിട്ട് പെരുമാറുന്നത്. അതൊരു ഓഫീസറും മറ്റതും പോലെ മറ്റുള്ളവരെ പോലെ ഇഴുകി ചേർന്ന രീതിയില്ല. അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ശാരദയാണ്, പത്രക്കാർ. ഞാൻ അവസാനം ഈ 2000 മില്ലേനിയം സ്റ്റാർസ് എന്നും പറഞ്ഞൊരു ഇതുണ്ടായിരുന്നു 2000 വർഷത്തിൽ. അപ്പോൾ ഈ ശാരദ ചെന്നൈയിൽ ജോമോളയും കൊണ്ട് ഞങ്ങളവിടെ പോയി. ഏറ്റവും അവാർഡ് കിട്ടിയ ഉർവശി അവാർഡ് കിട്ടിയതും ഇവർക്ക് ഉർവശി അവാർഡ് കിട്ടി, ഈ ജോമോൾക്ക്. ഞങ്ങളുകൊണ്ട് അവിടെ കൊണ്ടുപോയി ചെന്നൈ പോയി ഇൻ്റർവ്യൂ എടുത്തത് എന്ന് പറഞ്ഞ ടൈമാണ് പ്രേംനസീറിൻ്റെയൊക്കെ ആ കാലം പോലെ. 5 മണി എന്ന് പറഞ്ഞാൽ 5 മണി, 4 മണി എന്ന് പറഞ്ഞാൽ 4 മണി, വിത്ത് മേക്കപ്പ് വേണം. നമ്മുടെ അടുത്ത് സ്റ്റില്ലെടുക്കുമ്പോഴും അത് കണക്കെയാണ്. എല്ലായിടത്തും വലിയ ബഹുമാനമാണ്. ഷീല പിന്നെ എപ്പോഴും ഷീലയുടെ 2ാമത്തെ റീവരവിന് ഞാനാ പോയി ഫോട്ടോ കൊടുക്കുന്നത്. ഞാനതിൽ ഓണത്തിൻ്റെ ഒരു പടം കൊടുത്തിട്ട് 17 വർഷത്തിന് ശേഷം ആദ്യമായി മേക്കപ്പ് പണിയുന്നു. അപ്പോഴും നമ്മുടെ വലിയ എല്ലാ സഹകരണമാണ്. കലികയിൽ അവരാണ് നായിക. നാനാകാര സിനിമ ഞാനാണ് സിൽപോട്ടോ, അത് പറഞ്ഞില്ലല്ലോ. ഞാൻ നാനാകാര 5 സിനിമ ചെയ്തിട്ടുണ്ട്. രാധേന്ദ്ര പെൺകുട്ടി, അവസാനത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം, കലിക, രാധേന്ദ്ര പെൺകുട്ടി, ബലൂൺ, നട്ടുച്ചക്കിരിട്ട്, പിന്നെ ഒരു താളം മനുഷ്യൻ്റെ താളം, പ്രേംനസീർ അഭിനയിച്ച്. അങ്ങനെ 5 സിനിമയുടെ സ്റ്റില്ലും അതും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ശങ്കരാടിയെ, കൊട്ടാരക്കര, രവിമേനോൻ, സുകുമാരൻ, ജലജ ആദ്യമായിട്ട് വന്ന പടമാണ് രാധേന്ദ്ര പെൺകുട്ടി. ലാസ്റ്റ് ഇവിടെ പലതും പറയുന്നു, പക്ഷേ അതായിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ശ്രീവിദ്യയുടെ വീട്ടിൽ പോയി ഓണത്തിന് കവർ പേജ്. ഓണം കുങ്കുമം വിശേഷാൽ പ്രതി അന്നുണ്ടായിരുന്നു. നാനയ്ക്ക് പോകുന്നവർക്കൊക്കെ കുങ്കുമമുണ്ട്. പിന്നെ വേറൊരു പ്രോഡക്റ്റ് കൈവച്ച് ഫോട്ടോ എടുപ്പ്, ഇതൊക്കെ ശ്രീവിദ്യ, പിന്നെ മാധവി ഇവരൊക്കെ പിൽക്കാലത്ത് മാധവി വന്ന് ഗുരുവായൂർ വന്നപ്പോൾ ഞങ്ങളെ വിളിച്ചത്. എന്നെയും KC മുതൽ ഞങ്ങൾ കൂട്ടുപോയത്. ഗുരുവായൂർ പരിചയമില്ല, ഒത്തിരി കാലത്തിന് ശേഷം. അങ്ങനെ എല്ലാവരുമായിട്ട് നമ്മൾ അന്ന് പത്രക്കാർക്കൊക്കെ എല്ലാവരുമായിട്ടും ഒരു സൗഹൃദം. ലൊക്കേഷനിൽ തന്നെ ഒരു പ്രത്യേക സൗഹൃദം. ഒരു ഷോട്ട് കഴിഞ്ഞാൽ അവിടെ നിന്ന് വട്ടം കറങ്ങിയിരുന്ന് തമാശകൾ പറയാം. അടൂർ വാസി ഒക്കെ ഇങ്ങനെ തമാശ പറയുക. അവരൊക്കെ ആയിട്ട് അടൂർ വാസി അമ്മയായിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഞാൻ, അത് അമ്മയുടെ ശതാബ്ദി ഇഷയിൽ നടക്കുമ്പോൾ അടൂർ വാസി അതിൻ്റെ രീതിക്ക് നമ്മുടെ അത്ര നല്ല പെരുമാറ്റമാണ്. അപ്പോൾ ഈ ലൊക്കേഷൻ ഇപ്പോൾ എന്തെന്ന് പറഞ്ഞാൽ, ഒരു ഷോട്ട് കഴിഞ്ഞാൽ മമ്മൂട്ടിയെ കാണാൻ പറ്റത്തില്ല, മോഹൻലാലിനെ ആരെയും കാണാൻ പറ്റത്തില്ല. ഷോട്ട് കഴിഞ്ഞാൽ അവർ ചൂട് വേർക്കുന്നു. ഷോട്ട് കഴിഞ്ഞാൽ നേരെ കേരവൻ, നെക്സ്റ്റ് കട്ട് കേരവൻ. പണ്ടങ്ങനെയല്ല. ഇത് സംസാരിക്കുമ്പോൾ ഒരുപാട് സിനിമയിലെല്ലാം ഫോട്ടോ എടുക്കാൻ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഇപ്പോൾ അങ്ങനെ ഒന്നുമില്ല. എല്ലാവർക്കും കേരവൻ
എന്തു ചെയ്യും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് സിനിമ മാറിപ്പോയി. പിന്നെ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, ഡയറക്ടറുടെ കയ്യിൽ അല്ല ഇപ്പം നടന്മാരുടെ കയ്യിൽ ഉണ്ട്, ഇല്ലയെന്നല്ല, കുറച്ചൊക്കെ ഉണ്ട്, എല്ലാം ഒന്നും ശരിയല്ല, കുറച്ചൊക്കെ ഉണ്ട്. അതിൽ ഒരു ആളാണ്, ഫേമസ് ആളാണ് ദിലീപ്. കൂടുതൽ ദിലീപിൻ്റെ അത്രയും എല്ലാവരും ഒന്നും ഉപദ്രവിക്കുന്നൊന്നുമില്ല. ഇന്ന ആളിനെ വയ്ക്കണം, എൻ്റെ അനിയനായിട്ട് ഇന്നാരെ ഇട്ടാൽ മതി. ആ, അത് ഈ വക കാര്യങ്ങൾ, ഈ ടെക്നിക്കപരമായ കാര്യങ്ങളും സാമ്പത്തിക കാര്യങ്ങളും മറ്റേ, എന്നാൽ ഒരുപാട് പേരെ ഇയാൾ സഹായിക്കുന്നുണ്ടെന്നാണ് അറിയുന്നത്. എല്ലാവരും സഹായിക്കുന്നുണ്ട്. സുരേഷ് ഗോപി ഏറ്റവും കൂടുതൽ ചെയ്യുന്നു. സുരേഷ് ഗോപി, മമ്മൂട്ടി, മോഹൻലാലൊന്നും പുറത്ത് പറയാതെ സഹായിക്കുന്നുണ്ട്. ഒരു മേക്കപ്പ് മാൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മേക്കപ്പ് മാൻ എന്തോ അറ്റാക്ക് വന്നു, എന്തോ മോനം കണ്ടു വന്നു, കംപ്ലീറ്റ് പുള്ളി ആരും പറയരുതെന്ന് പറഞ്ഞു. ഒരു മേക്കപ്പ് മാൻ, പഴയൊരു മേക്കപ്പ് മാനാണ്. അങ്ങനെയൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. എന്നാൽ ചില ആളുകളെ ഒന്നും തിരിഞ്ഞു കൊണ്ട് നോക്കത്തില്ല. അങ്ങനെയുണ്ട്. അതൊരു ഇതാണ് ലോബി. അതിനും ഒരു ലോബിയുണ്ട്. സിനിമയിൽ പണ്ട് ലോബി ഉണ്ടെന്ന് പറഞ്ഞു, ബെൽറ്റ് ലോബി, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെ ജോഷി, ഹരിഹരൻ സാർ അങ്ങനത്തെ ആളുകൾക്ക് നടക്കത്തില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഈ പറഞ്ഞ അങ്ങനെ ഒരു ഇൻ്റർവ്യൂ വന്നു, ഇങ്ങനെ ഇവർ ഇങ്ങനെ വന്ന് ഇവരിങ്ങനെ പിന്നെ പ്രൊഡ്യൂസറെയും ഒക്കെ തള്ളി ഇവർ തന്നെ ഇങ്ങനെ ആയി ഒരു വടവൃക്ഷം പോലെ വന്ന് ചേരുമെന്ന് ഹരിഹരൻ സാർ ഇൻ്റർവ്യൂ പറഞ്ഞ് വലിയ ഇഷ്യൂ ആയി. മമ്മൂട്ടി വിളിക്കുന്നു, മോഹൻലാൽ വിളിക്കുന്നു ഹരിഹരൻ സാറിന്, സാർ എന്താണ് സാർ ഇങ്ങനെ? ഞാൻ പറഞ്ഞു, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ച് പിന്നെ പുള്ളി വഴി മാറി.